പറഞ്ഞ എവിടെ പോവാണ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾ പോകാൻ പറ, ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പോയിക്കോളാം. ഇവര് വന്നിട്ട് ഇവിടെ പെട്ടെന്ന് പറയണേ എല്ലാവരും ഇറങ്ങി പോവാന്ന് പറയണ്ടേ. മാനേജർ വന്നിട്ട് ഇവരുടെ സംസാരിച്ചിട്ട് എല്ലാം ക്ലിയർ ആയിട്ട്. സുഹൃത്തുക്കളെ, ആ സങ്കടം പറയുന്ന ആരെന്ന് മനസ്സിലായോ? ചിലപ്പോൾ അവരറിയണ്ടാവില്ല, പക്ഷേ അവർ പൊതുവായിട്ട് നമുക്ക് പറയാം. അവർ വയനാട്ടുകാരാ. ഈ അടുത്ത് കള്ളാടി ദുരന്തം നിങ്ങൾ കേട്ടായിരുന്നു. ഒരു ഭീകരമായിട്ട് ദുരന്തം, ഒരു സർക്കാർ സ്പോൺസേഡ് അല്ലെങ്കിൽ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടുണ്ടായ ദുരന്തം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട അവിടുത്തെ ജോലിക്കാരാണ്, ആ പ്രദേശത്ത് ജോലി എടുക്കുന്ന ആൾക്കാരാണ്. ക്യാമ്പിലാണ് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഇപ്പോൾ ഏതോ പാടിയിലേക്ക് അവരോട് പൊയ്ക്കോളം പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് പിണറായി വിജയനല്ല ഭരിക്കുന്നത്, VD സതീശൻ മേനോനാണ്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അർത്ഥം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പിണറായി വിജയനല്ല ഭരിക്കുന്നത്, ഇത് VD സതീശൻ മേനോനാണ്. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിണറായി വിജയൻ സർക്കാരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും ഈ മഴ കഴിയുന്നതുവരെ അവർക്ക് കൃത്യമായിട്ടുള്ള വസ്ത്രം എത്തിക്കാനും അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കാനും ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ DYFIക്കാർ മുഴുവൻ അവർക്ക് എത്ര ദിവസമാണോ ആ ക്യാമ്പിൽ താമസിക്കേണ്ടത്, സുരക്ഷിതമായിട്ട് അവരെങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പിണറായി വിജയൻ സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. സംശയം ഒന്നും വേണ്ട, അത് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയൻ എന്നുള്ളതാണ്. അല്ലാതെ വീട് പണി കഴിയുന്നവരെ നിങ്ങൾ എങ്ങനെയാച്ച് ജീവിച്ചോളൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പണ്ട് ആ ഒരു വയനാട് ദുരന്തത്തില് പെട്ട ആളുകളോട് അല്ലേ, അവർക്ക് ഇതാ വീട്ടിലേക്ക് കയറി താമസിക്കുന്നവരെ അവർ വീടിന്റെ വാടക കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 24,000 രൂപ കൃത്യമായി കൊടുത്തിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കള്ളാടി ദുരന്തം ഒരു തരത്തിൽ പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞാൽ അനുസരിക്കാൻ മാത്രമുള്ള എന്താ പറയാ അനുസരണമൊന്നും അവർക്കില്ല. ദാറ്റ് മീൻസ് ആർജവമില്ലാത്ത ഗവൺമെന്റ് ആണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ വാക്കുകൾക്കൊന്നും ഇവിടുത്തെ കമ്പനികൾ 5 പൈസയ്ക്ക് വില കൊടുക്കുന്നില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇതിന്റെ ഭാഗമായിട്ടാണ് ആ ദുരന്തം ഉണ്ടായതെന്ന് ഞാനല്ല പറഞ്ഞത്, ടി സിദ്ദിഖ് മന്ത്രിയാണ് പറഞ്ഞത്. ഒപ്പം തന്നെ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് സ്വാഭാവികമായിട്ടും ഇപ്പൊ U-ടേൺ അടിക്കുക എന്ന് പറയുന്നത് ഇവർ രീതിയാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് U-ടേൺ അടിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ 2 വാർത്തയാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാറുള്ളത്. ഈ 2 വാർത്തകളും സങ്കടകരമായ വാർത്തകളാണ്. അവരോട് ഇന്നേക്കിന്ന് ഏതോ പാടിയുണ്ട്, ആ പാടിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവരവിടെ നിന്ന് കരകയറ്റുകയാണ്. എന്താണ് അവരെ കുറച്ച് ദിവസം കൂടി ഈ മഴ കഴിയുന്നവരെയെങ്കിലും ആ ജീവനുകൾ ഒന്ന് സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ ഗവൺമെന്റില്ലേ? ആ ഒരു 19 കുടുംബത്തെയുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അതെങ്കിലും നോക്കാനുള്ള ഒരു കഴിവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും മറ്റൊന്നും ഇല്ലേ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാ. LDF ഭരിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് DYFI SFIക്കാരൊക്കെ ശക്തമായിട്ട് പുറത്തേക്കിറങ്ങും, CPM പുറത്തേക്കിറങ്ങും. നമ്മുടെ ഗവൺമെന്റ് ആണ്, നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ജനങ്ങളൊന്നും ഇങ്ങനെ കഷ്ടപ്പെടരുത് എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് എത്ര ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കണോ അത്ര ദിവസവും കൊടുത്തുകൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇതല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ സങ്കട കരച്ചിലുകളൊക്കെ ചിലപ്പോ കാണേണ്ടി വരും. ഏതോ ഒരു പാടി അവിടെ 3 നമ്പർ പറഞ്ഞ ഒരു വീടാണ്. ആ വീട് ഏത് കോളത്തിലും ഞങ്ങൾക്ക് അറിയില്ല. പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറയുന്നത്. സപ്പോസ് കുട്ടി 3 ചെറിയ മക്കൾ എന്റെ കാര്യത്തിലുള്ളത്, അവരവിടെ വീട്ടിൽ പോയി കൊടുക്കുന്ന ചുടുവെള്ളം ചോദിച്ചാൽ എങ്ങനെ കൊടുക്കും? ആ അണക്കെട്ട് കുട്ടി പോയി വിറകെടുക്കാൻ പറ്റും. നൈറ്റ് ഗ്യാസ് കുട്ടി പോയിട്ട് 3-4 ദിവസമായിട്ട് വില്ലേജ് ഓഫീസിന് പറയുമ്പോൾ നാളെ പ്രശ്നം തീരട്ടെ പറഞ്ഞു. ആ പ്രശ്നം എന്റെ വണ്ടി അവിടെ ടോട്ടൽ ലോസായി കിടക്കുക. അതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. പോകുമ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ട് കാര്യം എന്താ കാര്യം മനസ്സിലായില്ലേ? പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറക്കി വിടുകയാണ്. ഇറക്കി വിടാൻ അവർ സ്വന്തമായിട്ട് തീരുമാനമാവുന്നു അല്ലല്ലോ. തീർച്ചയായിട്ടും അത് മുകളിൽ നിന്ന് ആരെങ്കിലൊക്കെ പറയണ്ടേ? ഇത് വാർത്തയായി കഴിഞ്ഞാൽ പ്രശ്നമാവുന്നവർക്ക് അറിയുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇറക്കി വിടാൻ പറഞ്ഞിട്ടുള്ളത് മേലെന്ന് ആരോ പറഞ്ഞിട്ടാ. ആ ഒരു മേനോന്റെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല. എന്തായാലും ഇത് വളരെ മോശമായി. ഒരു ചെറിയ എന്താ പറയുക, ഒരു കുറച്ച് കുടുംബങ്ങളുടെ കാര്യങ്ങൾ, അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം വസ്ത്രമെങ്കിലും അത് കൃത്യമായി എത്തിച്ചാൽ മതി. അതുപോലും എത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണോ നമ്മുടെ ഈ ഗവൺമെന്റ്? ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് മഹാഭാഗ്യമാണ്, വയനാട്ടുകാരുടെ മഹാഭാഗ്യമാണ്. പിണറായി വിജയൻ കാലത്താണല്ലോ ആ ഒരു മറ്റേ ദുരന്തം ഉണ്ടായത്. ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ ഒരു സർക്കാരായിരുന്നെങ്കിൽ അവരെന്നോ കൈ ഒഴിഞ്ഞുണ്ടായിരിക്കില്ലേ? ഇല്ലേ? നിങ്ങൾ പോയിക്കോളൂ പറഞ്ഞിട്ട് അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആട്ടിവിട്ടിട്ടുണ്ടായിരിക്കില്ലേ? പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ടല്ലേ അവരാവശ്യപ്പെട്ടതുപോലെ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തത്.
പകുതി പണി തീർന്നിട്ടുള്ളൂ, ഇനി തീരാനുണ്ട്. അത് എന്താവുന്നുള്ള കാര്യം ഹുദാഹവയാണ്. എന്തായാലും അത് ഏകദേശം ഒരു 170ഓളം ആളുകൾ ഇപ്പോൾ വീടുകളിൽ താമസിക്കുന്നില്ലേ. ഇനിയുണ്ടല്ലോ അത്രത്തോളം വീടുകൾ പണി തീരാം. ശരി, അങ്ങനത്തെ ഒരു പ്രവൃത്തി നടന്നത് പിണറായി വിജയൻ സർക്കാർ ഉണ്ടായതുകൊണ്ടല്ലേ. നോക്കൂ, ഈ ഒരു 19 കുടുംബത്തെ പോലും ആട്ടിവിടുകയാണ്. അതേസമയം അവിടെ 1400 കുടുംബങ്ങൾക്കാണ് മാസം 24 രൂപ നമ്മുടെ ഗവൺമെന്റ് വാടക ഇനത്തിൽ അങ്ങോട്ട് കൊടുത്തിരുന്നത്. അവർക്ക് ജീവിക്കാൻ, ഒരു കുടുംബത്തിൽ ജീവിക്കാൻ 24,000 രൂപ പോരെ സുഹൃത്തുക്കളെ? ധാരാളമാണ്. അവർക്ക് പ്രത്യേക റേഷൻ ധാരാളമാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് അവരെ സംരക്ഷിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അതിന് നന്ദി അവരെ കാണിച്ചോ ഇല്ലേ എന്നൊക്കെ പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ കയറണ്ട. പക്ഷേ ഇത് സങ്കടകരമാണ്. ആ പാവങ്ങളെ ഇങ്ങനെ ഇറക്കി വിടരുത്. ഇനി പോകുന്ന വീട്ടില് ഗ്യാസ് ഉണ്ടോ വെച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ രാത്രി ഞങ്ങൾ ആനയുള്ള കാട്ടിലേക്ക് കയറി ഞങ്ങൾ വിറക് പറക്കണോ എന്താ ചോദിക്കുന്നത്. ഈ മഴയത്ത് ഇനിയും ആ കുടുംബങ്ങളെ ഇങ്ങനെ അനാഥമാക്കി വിടണോ എന്നവർ ചോദിക്കുന്നു. ചോദ്യങ്ങളെല്ലാം ന്യായമല്ലേ? ആ ന്യായമായ ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടും എന്താണ് ഇതൊന്നും നമ്മളാരും കേൾക്കാത്തത്? എന്താ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കൊടുക്കാത്ത? சாப்பாடு மட்டும் கொடுத்தா போடாது, உங்களுக்கு ட்ரெஸ் கொடுக்கணும், குளிக்கணும், எல்லாம் ஒரு ஆஃபர் கொடுக்க ஒன்னும் இல்லைன்னா உங்களை இங்க இருந்து அனுப்பி குளிக்கிறதுக்கு சௌகரியம் பண்ணி தரேன். இல்லைன்னா நம்ம வந்துட்டு ஏதாவது பண்ணணும். உங்களுக்கு ட்ரெஸ் கிடைச்சதுக்கு அப்புறம் தான் ரூமுக்குள்ள ஏறுவோம் நம்ம சொல்லணும். ஹாஃப் அன் அவர் அனுப்பி கொடுக்கும். ഇതാണ് ഇന്ന് രാവിലെ ആദ്യം ഉണ്ടായ വിഷയം. അവർക്ക് വസ്ത്രമില്ല, മാറ്റിയെടുക്കാൻ വസ്ത്രമില്ല. അതെല്ലാം ആ മഴവെള്ളപ്പാച്ചിൽ പോയി സുഹൃത്തുക്കളെ. അവർക്ക് മാറ്റിയെടുക്കാൻ വസ്ത്രമില്ല. ആ വസ്ത്രം വേണം. അത് ആവശ്യപ്പെടുകയാണ് അവിടുത്തെ പഞ്ചായത്ത് അധികൃതരോട്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അവരോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറയുന്നു. എന്താണ് അവരവസ്ഥ? ഇങ്ങനെയാണോ നമ്മളെ അവർ നോക്കേണ്ടത്? എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അതിനോടൊപ്പം തന്നെ പറയാറുള്ളത് ഒരു വിഷയം കൂടിയുണ്ട്. അവിടുത്തെ ആ മണ്ണിടിച്ചിൽ ഒരു ബീഹാർ സ്വദേശി മരിച്ചിട്ടുണ്ട്. അവർ മൃതദേഹവുമായിട്ട് ഒരു കുടുംബം കാത്തിരുന്നത് 30 മണിക്കൂർ എന്നാണ്. കേരള സർക്കാർ കൈയൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആ മരിച്ചുപോയ ആളുകളെ ഇവിടുന്ന് അങ്ങോട്ട് എയർലിഫ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നത്. നോക്കൂ, മനുഷ്യരല്ലേ സാർ? കള്ളാടി ദുരന്തത്തിൽ മരണപ്പെട്ട JCB ഓപ്പറേറ്റർ ഇമ്മാൻ അൻസാരിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാവാതെ ബന്ധുക്കൾ. മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായിക്കുമെന്ന സതീശന്റെ വാക്കും പാഴായി എന്നാണ് ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് T21 മീഡിയയിൽ വന്നൊരു വാർത്തയാണ്. മനുഷ്യരല്ലേ സാർ? കള്ളാടി ദുരന്തത്തിൽ മരണപ്പെട്ട JCB ഓപ്പറേറ്റർ ഇമ്മാൻ അൻസാരിയുടെ മൃതദേഹം. ഇത് വളരെ നമ്മുടെ ഈ ഗവൺമെന്റ് തന്നെ അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കും, എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തത് സംഭവിക്കാത്തത്? എന്താണ്? വാക്ക് മാത്രം മതിയോ? ചിരി മാത്രം മതിയോ? നമ്മളെല്ലാം വോട്ട് ജയിപ്പിച്ച് വിട്ട ആളുകൾ നമ്മളെ സംരക്ഷിക്കേണ്ടത് ഈ രീതിയിലാണോ? ഇതാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സുന്ദര സുരഭിലമായിട്ടുള്ള ഒരു ഭരണം? ഇതാണോ നിങ്ങളൊക്കെ കാത്തിരുന്ന അതിഗംഭീരമായിട്ടുള്ള ചിരിയുടെ ഭരണം? ഇതായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്ന ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭരണം ആയിരുന്നോ? അല്ല, നിങ്ങളെല്ലാവരും ഹാപ്പി തന്നെയല്ലേ? ഹാപ്പിയാണല്ലോ അല്ലേ? ബൈ.